ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോർട്ട് ഓഫ് ദി ഡീമൺ ഹണ്ടർ എന്ന ആനിമയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത ശേഷം മാത്രം വീഡിയോ തുറന്ന് കാണുക. ഇത് ഡീമൺ സ്ലെയറൊക്കെ പോലെയുള്ള ആനിമയാണ്. അതുപോലെയുള്ള ആനിമ കാണാൻ താല്പര്യമുള്ള ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ആനിമയാണ്. സോ എപ്പിസോഡിലേക്ക് പോവാം. സോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരാൾ പെണ്ണിനെ തെറ്റ് പറ്റിയതിൻ്റെ പേരിൽ തല്ലും. അയാൾ അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അവളെന്നെ രക്ഷിക്ക് ചിൻഡ എന്ന് വിളിച്ചു പറയും. അവളെ ഒരു മുറിയിൽ പൂട്ടിയിടും. അവളെ അവിടെ വിഷമിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് ചിൻഡ അവളെ പൂട്ടിയിട്ട സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കാണില്ല. അവൻ ഡെസ്റ്റിനേറ്റ് സുസുനെ എന്ന് വിളിച്ച് പറഞ്ഞു ഓടും. അവൻ അവളെ കാണും. അവളുടെ കണ്ണൊക്കെ റെഡായിട്ടുണ്ടാകും. അവളെ നേരത്തെ രക്ഷിക്കാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുമ്പോൾ അവൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറയും. അവൻ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടും. പിന്നീട് കാണിക്കുന്നത് അവരൊരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ നിൽക്കുന്നതാണ്. ഒരാൾ വന്ന് നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറയും. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ചിൻഡ അവരുടെ പുറത്ത് കയറി പോവും. അപ്പോൾ ചിൻഡ എണീക്കും. എന്നിട്ട് ഇനി നടക്കാൻ അയാൾ പറയും. അതൊരു കട്ടാനയൊക്കെ ഉണ്ടാക്കുന്ന ബ്ലാക്ക് സ്മിത്തിൻ്റെ ഗ്രാമമായിരിക്കും. അയാളുടെ വീട്ടിലെത്തി വാതിൽ തുറക്കുമ്പോൾ ഒരു പെണ്ണ് അച്ഛാ എന്ന് വിളിച്ച് ഓടി വരും. ജിൻഡയെയും സുസുനെയും കണ്ടിട്ട് ഇവരാരാ എന്ന് ചോദിക്കും. അയാൾ അവർക്ക് പോവാൻ വേറെ സ്ഥലമില്ല, അവർ ഇവിടെ താമസിക്കുമോ? അല്ല, അവർ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. അവൾ എന്നിട്ട് അവരെ പരിചയപ്പെടുത്തും. സുസുനയോടും ചോദിക്കും. അങ്ങനെ അവർ പരിചയപ്പെടും. പിന്നീട് രാത്രി അയാൾ വാൾ തുടയ്ക്കുമ്പോൾ ജിൻഡ എണീച്ച് നിങ്ങൾ സാമുറായി ആണോ എന്ന് ചോദിക്കും. അയാൾ സെൻറ്റിനൽ ആണെന്ന് പറയും. പിന്നീട് രാവിലെ അവരെല്ലാം ഒരു അരുവിയിൽ നിൽക്കുന്നുണ്ടാകും. സുസുനയും എഴുത്തിയും അതിൽ ചാടും. പിന്നീട് അവർ വൈകുന്നേരം നടന്നു പോകുമ്പോൾ അടുത്ത ദിവസം വെജിറ്റബിൾ കളക്ട് ചെയ്യാമെന്ന് ഒരുത്തി പറയും. അവളുടെ അമ്മ വിളിച്ച് അവൾ അവിടെ നിന്ന് പോകും. ചിൻഡ എന്താണ് നിൻ്റെ അമ്മയെക്കുറിച്ച് അറിയുന്നത് എന്ന് ചോദിക്കും. നിൻ്റെ അമ്മ ഇവിടെയുണ്ടോ? ഇവിടുന്ന് പോയിട്ടില്ല. അവൾ എഴുഷുഗിമിയാണ്, ഫയർ ഗോഡാണ്. അവരെ കാണാൻ വില്ലേജ് ചീഫ് സെൻറ്റിനും എൻ്റെ അച്ഛനുമാണ് കാണാൻ പറ്റൂ. ചില റൂൾസൊക്കെയുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് കുറേയായി. എന്നിട്ട് വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു പോവും. പിന്നീട് 3 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അയാളും ചിൻഡയും വുഡൻ സോഡ് കൊണ്ട് ട്രെയിനിങ് ചെയ്യും. അയാൾ അവനെ ഡിഫീറ്റ് ചെയ്യും. നന്നായി എന്ന് പറയും. ചിൻഡ ഇത് മേഡാണെന്ന് പറയും. അയാൾ എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നു, റിയാലിറ്റി അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറയും. എന്നിട്ട് എൻ്റെ ഡ്യൂട്ടിയുടെ സമയമായി എന്ന് പറഞ്ഞു പോകുമ്പോൾ മറ്റവൾ മൊട്ടോഹാരു നിൻ്റെ സാധനങ്ങൾ എടുത്തു കൊടുക്ക്, എന്നിട്ട് ബായ് പറയും. എന്നിട്ട് ചിൻഡയുടെ അടുത്ത് വന്ന് നിനക്ക് അത് ഇഷ്ടപ്പെട്ടോ? അവൻ തലയിൽ കൈവയ്ക്കുന്നത് നിർത്താൻ പറയും. ഞാൻ നിൻ്റെ ബിഗ് സിസ്റ്റർ അവനാണ് ശ്രമിക്കുന്നത്. ചിൻഡ നീ എന്നെക്കാൾ യങ്ങർ ആണോ എന്ന് ചോദിക്കും. അവൾ ആക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൻ എന്തൊക്കെയോ ആവും. സുസുനെ അവിടെ വരും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയും. പിന്നീട് ചിൻഡ വലുതായിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. അവനൊരു സ്ഥലത്ത് ഇരിക്കും. ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കട്ടൻ്റെ മറവിൽ ഒരുത്തിയിരിക്കുന്നുണ്ടാവും. അവൾ ഡീമനെ എന്താ കൊല്ലാത്തത് എന്ന് ചോദിക്കും. ഞങ്ങളത് നോട്ടീസ് ചെയ്തില്ല. ഡീമൺസിന് 1000 വർഷം വരെ ജീവിക്കാൻ പറ്റും. എന്നാൽ ഒരു ലെജൻഡ് മിക്കോവിന് ലിവർ ഫ്രഷ് തിന്നാൽ അവർ ഇമ്മോർട്ടലാവുമെന്ന് ഒരാൾ പറയും. നേരെ ഇഷുഗിമിയെ ഒരു ഡീമനാണ് തിന്നത്, അതുകൊണ്ട് മോൺസ്റ്റേഴ്സിൻ്റെ അവസാനം കാണണമെന്ന് പറയും. അവൾ അത് സാധ്യമാണെന്ന് പറയും. ഒരു സോഡ് ഇഷുഗിമിയുടെ ജനറേഷൻസിന് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ വില്ലേജിലെ മികച്ച ഒരാളാണ്. അത് ഒരു മിത്തിക്കൽ കട്ടാനയാണ്. ഡീമൺസിൻ്റെ പവർ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് തീരുമാനം? ഒരാൾ പറയും. മച്ചാ, നിങ്ങളൊരു കാര്യം മറന്നു. 2 ഇഷുഗിമിയിലെ സെൻറ്റിനൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സോഡ് കൈമാറാനുള്ള ടാലൻ്റ് ഇല്ലെന്ന് പറയും. നിങ്ങളൊരു സെൻറ്റിനലാണ്. നിങ്ങൾക്ക് ഉറപ്പാണോ അവരെ നിങ്ങളുടെ ബോഡി ഗാർഡ് ആക്കാൻ എന്ന് ചോദിക്കും. എന്നിട്ട് ചിൻഡയെ ഒഴിച്ച് എല്ലാവരെയും അവിടുന്ന് പോവും. എന്നിട്ട് അവൾ അവിടുന്ന് ഇറങ്ങി വരും. നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിൻഡ അത് റൂളാണ്. തനിച്ചായിരിക്കുമ്പോൾ നിനക്ക് എൻ്റെ പേര് വിളിക്കാമെന്ന് അവൾ ഷിരിയോക്കി എന്ന് വിളിക്കും. അവനത് ഒരു പ്രോബ്ലമാണ്. അവളായിരിക്കും അവൻ്റെ ബിഗ് സിസ്റ്റർ. ചിൻഡ പറയും സെൻറ്റിനൽസ് നിങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ട് അവൾ അവനെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിക്കും. അവിടെ അവൻ്റെ അനിയത്തി ഉണ്ടാവും, പക്ഷേ ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. ചിൻഡ ഇവിടെ ആരും പിടിക്കുകയില്ല. അവൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. നീ ഡീമൺസിനെ ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ അവൾ നിന്നെ കാത്തിരിക്കും. എനിക്ക് റൂൾ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളെ എണീപ്പിക്കും. ഞാൻ നിന്നോട് കുറേ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങോട്ട് അങ്ങനെ വരാൻ പറ്റില്ലെന്ന്. അവൾ അതെന്താ? അവൻ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് പറയും. അവൾ ഹാപ്പി. ചിൻഡ ആരോ വരുന്നുണ്ട്, വേഗം പോവാൻ പറയും. എന്നിട്ട് അവൾ അവിടുന്ന് പോവും. എന്നിട്ട് ഒരാൾ അവിടേക്ക് വരും.
നീ കുറച്ചു നേരം പുറത്ത് നിൽക്കാൻ പറയും. അവനാദ്യം സമ്മതിക്കില്ലെങ്കിലും പിന്നീട് പോവും. അവൾ എപ്പോൾ പോകുമ്പോൾ അവനവൻ്റെ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തുന്നതാണ്. എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛനും മരിച്ചു. ഞാനിപ്പോൾ തനിച്ചാണെന്നൊക്കെ അവൾ പറയും. ചിന്തയ്ക്ക് ഇത് കേട്ട് വിഷമം വന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ശപഥമെടുക്കും. ഞാൻ ഫ്യൂച്ചറിൽ വലിയ സോഴ്സ് മാൻ ആയി നിന്നെയും വില്ലേജിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. നിൻ്റെ അച്ഛനെ പോലെ നിനക്ക് വേണ്ടി ഞാനുണ്ട്. പിന്നീട് വില്ലേജിൻ്റെ പുറത്ത് 2 ഡീമൺസ് നിൽക്കുന്നതാണ്. എന്ത് സംഭവിച്ചാലും മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സുസുനയെ നോട്ടമിടും. വൈകുന്നേരം ഷുനോരോക്കി ജിൻഡയെ കാണാൻ അവിടേക്ക് വരും. സുസുനയ്ക്ക് അവളെ കണ്ട് സന്തോഷമാവും. ജിൻഡ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. നീ പേടിക്കേണ്ട, ഞാൻ ചീഫിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഫുഡ് കഴിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് എന്ന് സുസുനെ വിചാരിക്കും. ഗ്രാമത്തിൽ കൂടെ ജിൻഡയും അവളും നടക്കുന്നത് കണ്ട് ഒരു വലിയ പാട്ടാകുകയാണ്. അവർ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡയും ഷിരോക്കിയും നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ഫുഡ് കഴിക്കാൻ അകത്ത് വിളിക്കും. ഷിരോക്കി 10 ഡാങ്കോ വേണം. ജിൻഡ 2 മതി, പിന്നെ ചായയും. നിൻ്റെ ആ സ്വഭാവം മാറിയില്ല അല്ലേ? അവൻ അതേന്ന് പറയും. എന്നിട്ട് ഓർഡർ ചെയ്തത് കൊണ്ട് കൊടുക്കും. അവനിത് കൂടുതലാണല്ലോ, അത് കുട്ടിക്ക് വേണ്ടിയാണ്. എന്നിട്ട് അത് തിന്നും. ഞാൻ ഒരു ബിഗ് ബ്രദർ അല്ല, വില്ലേജ് സെന്റിനലാണ്. അവൾ നമുക്ക് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയാലോ? അവൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. മറ്റവൾ ഞാൻ പോവുകയാണ്. കഡോനോ വില്ലേജ് സേഫ് ആവണം. എന്നിട്ട് ഒരു സ്ഥലത്ത് പോവും. എനിക്ക് ഒരു തെറ്റായ അനുഭവമുണ്ട് ഇവിടെ വെച്ച്. അവൻ ഓക്കെ ആണോന്ന് ചോദിക്കും. അവൾ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇത് ആരംഭിച്ചത് ഞാനാണ്. ഇതാണ് അതിന് പറ്റിയ ഇടം. ഞാൻ കിയോമാസയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. വില്ലേജ് ചീഫ് പറഞ്ഞു, ഡീമൺസ് ഒക്കെ എൻ്റെ പുറകെയാണ്. അതുകൊണ്ട് ഞാൻ പുതിയ കുട്ടിക്ക് ജന്മം നൽകണം. പുതിയ സക്സസറെ ഉണ്ടാക്കണം. കിയോമാസ ഒരു നല്ല സെന്റിനലും വില്ലേജ് ചീഫിൻ്റെ മകനുമാണ്. ഇതിന് അവന് എല്ലാ യോഗ്യതയുമുണ്ട്. എപ്പോഴും എനിക്ക് ഇഷ്ടമാണ് നിന്നെ. ജിൻഡ ആദ്യമൊന്നും പറയില്ലെങ്കിലും ഇതാണ് ശരി. നമ്മൾ ഓടിപ്പോയാൽ നമ്മൾ ചെയ്തത് വെറുതെയാകും. നീ ഇവിടെ വർക്ക് ചെയ്ത് ഈ വില്ലേജിൻ്റെ ഹിഡൻ മെയ്ഡനായി. ഞാനും ഒരുപാട് പവർഫുള്ളായി. ഞാൻ നിന്നെ അവസാനം വരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ജിൻഡ പറയും. അവരവരുടെ ഫീലിങ്സ് മറന്നിട്ട് അവരുടെ ജീവിതം വില്ലേജിന് കൊടുക്കാൻ തീരുമാനിക്കും. അടുത്ത ദിവസം ഫോറസ്റ്റിൽ പുതിയതായി ഒരു ഡീമനെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് നീ അവനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഹിഡൻ മെയ്ഡൻ പറയും. ജിൻഡ വെളിയിലേക്ക് പോകുമ്പോൾ കിയോമാസ അടിക്കാൻ നിൽക്കും. നീയും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാം. പിന്നെ നീ എന്തിനാണ് അവളെ എനിക്ക് തന്നത്? അത് അവൾക്ക് വില്ലേജിനും കൂടെ എടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞ് നടന്നു പോകും. കിയോമാസയ്ക്ക് കുറ്റബോധമുണ്ട്. മറ്റൊരാൾ ലവ് ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കുന്നതിൽ അവരുടെ വേർപിരിയലിന് കാരണമായി എന്നോർത്ത്. പിന്നീട് സുസുനയെ കാണിക്കും. അവിടെ ഒരു ഡീമൺ കയറി വരും. പിന്നീട് കാണിക്കുന്നത് ഫോറസ്റ്റിൽ ഡീമനെ തപ്പാൻ പോയ ജിൻഡയാണ്. അവൻ അതിനെ കാണും. പിന്നെ അവർ ഫൈറ്റ് ചെയ്യും. ആ ഡീമൺ ജിൻഡയുടെ മുഖത്ത് വലിയ മുറിവുണ്ടാക്കും. ജിൻഡ അവസാനം ആ ഡീമൻ്റെ കൈ മുറിച്ച് കളയും. ഡീമൺസ് 1000 വർഷം ജീവിക്കും. ഞങ്ങൾക്ക് ഇമ്മോർട്ടൽ ആവാനാണ് ഈ വില്ലേജിലേക്ക് വന്നത് എന്ന് ആ ഡീമൺ പറയും. സുസുനയുടെ അടുത്ത് ആ ഡീമൺ ഈ ഡീമൺ അല്ലേ പിന്നെ എന്താണ് ഇവിടെ നിൽക്കുന്നത്? സുസുന പറയും, ഞാനൊരു ഡീമനൊന്നുമല്ല. നിനക്ക് നിൻ്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അവൻ നല്ലവനാണ്. എല്ലാ ഡ്യൂട്ടീസും ചെയ്യും. അവനെക്കുറിച്ച് നല്ലത് പറയുന്നത് കണ്ട് നിങ്ങൾക്കെങ്ങനെ എൻ്റെ ചേട്ടനെ അറിയാമെന്ന് ചോദിക്കും. അവനൊരു പൊട്ടനും കൂടിയാണ്. അവൻ പാവമായത് കൊണ്ട് അവൻ സ്നേഹിക്കുന്ന പെണ്ണ് അവനെ ചതിക്കും. എന്നിട്ട് ഒരു ഇല്യൂഷൻ കാണിക്കും. അവൾ കിയോമാസയുമായി റിലേഷനിൽ ഏർപ്പെടുന്നതായിരിക്കും. ഇതു കണ്ട് അവൾ ഛർദ്ദിക്കും. ഞാൻ നിനക്ക് കാണിച്ചത് ഫ്യൂച്ചറാണ്. ഇതെൻ്റെ പവറാണ്. അവൾ അത് വിശ്വസിക്കില്ല. നിനക്ക് നിൻ്റെ ചേട്ടനെ ഇഷ്ടമാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണമെന്ന് ഡീമൺ പറയും. പിന്നെ ജിൻഡയും ഡീമണും ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കും. ജിൻഡ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ ഡീമണും താഴെ ചാടും. ഞാൻ ഉറപ്പായും വില്ലേജിലെ മെമ്പേഴ്സിനും വേണ്ടി നിന്നെ കൊല്ലും. എൻ്റെ ഡ്യൂട്ടിയാണെന്ന് ദേഷ്യത്തോടെ പറയും. അവൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കഠാനയും കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ ചെറിയ കഠാന പീസ് ഉപയോഗിച്ച് ഡീമൻ്റെ നെഞ്ചിൽ കുത്തും. ജിൻഡ ഡീമണെ
അങ്ങനെ ഇല്ലാതാക്കും. ഡീമൺ പറയും, എന്തൊക്കെ സംഭവിച്ചാലും 170 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്യൂച്ചറിൽ തിരിച്ചു വരും. അപ്പം ഞങ്ങൾ നിങ്ങളെയെല്ലാം കൊല്ലും. ഞങ്ങൾ ഇപ്പോഴത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കി. ഈ വില്ലേജിലൊരു ഡീമൺ ഉണ്ട്, അതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ തന്നെ ജിൻഡയ്ക്ക് മനസ്സിലാവും എൻ്റെ അനിയത്തിയെക്കുറിച്ചാണ് അവൻ പറയുന്നതെന്ന്. അവളെ രക്ഷിക്കാൻ പോകുമ്പോൾ ആ ഡീമൺ അവനെ പിടിച്ചു വയ്ക്കും. പിന്നീട് കാണിക്കുന്നത് അവർ റിലേഷൻഷിപ്പിൽ പെടും. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, ഇത് ഫ്യൂച്ചറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവർ കേസ് ചെയ്യാൻ പോകുമ്പോൾ ആ ഡീമൺ വരും. സുസനയും അത് കാണും. ജിൻഡ പറയും, ഞാൻ മരിച്ചിട്ടില്ല, എൻ്റെ കൈ എങ്ങനെ തിരിച്ചു വന്നു, സുസനയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ ഓടും. നീ ജിൻഡയെ സ്നേഹിച്ച് ഈ പയ്യൻ്റെ കൂടെ എന്താണ് ചെയ്യുന്നത്, നിന്നെ എത്രമാത്രം അവൻ സ്നേഹിച്ചു എന്ന് സുസന ചോദിക്കും. നീ അവനെ ചതിച്ചു അല്ലേ, പിന്നെ നീ പേടിക്കണ്ട, ഞാൻ അവരെ നോക്കാം എന്ന് അവൻ പറയും. ആ വില്ലേജിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള സോഡും എടുത്ത് സുസനയെ എടുത്ത് പോകും. ഇവൾ നിൻ്റെ ചേട്ടനെ ചതിച്ചു, അവന് സന്തോഷമാവാൻ നമുക്കവളെ കൊല്ലാം എന്ന് ഡീമൺ പറയും. ശരിയോക്കി, നീ അവൾ പറയുന്നത് കേൾക്കരുത് എന്ന് പറയും. അവളുടെ ശരിക്കുമുള്ള ഫോമിലേക്ക് മാറും. കിയോമാസ, ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറയും. അവനെ ആ ഡീമൺ അടിച്ചു പാറ്റും. പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. വില്ലേജിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിലും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ജിൻഡ അവിടെ വരും. ഷിരോക്കി എന്ന് പറഞ്ഞ് അവളെ പിടിക്കുമ്പോൾ ഷിരോക്കിയുടെ തല മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അവനത് കണ്ട് ഷോക്കാവും. അവളോടുള്ള നല്ല നിമിഷങ്ങൾ ആലോചിക്കും. ഷിരോക്കിയുടെ ബോഡി കുത്തി അവളെ ആക്രമിക്കാൻ ജിൻഡ വരും. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അത് തൻ്റെ അനിയത്തിയാണ് സുസനയാണെന്ന്. അവനതെന്ന് പറയും. നീയാണോ അവളെ കൊന്നത്? ഞാനാ അവളെ കൊന്നത്. ചേട്ടനെ ചതിച്ചത് കൊണ്ടാണ്. ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം, എനിക്ക് വിശക്കുന്നു, ഞാൻ ടയേർഡാണ്. ഷിരോക്കിയെ കൊന്നിട്ട് നീ സാധാരണ പോലെ നിൽക്കുന്നുവല്ലേ? ചെറുപ്പത്തിൽ അച്ഛൻ നിന്നെ പുറത്താക്കിയപ്പോൾ ഞാനാണ് നിന്നെ നോക്കിയത്. നീ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവളെ ആക്രമിക്കും. എന്താണ് ചേട്ടൻ എന്നെ ആക്രമിക്കുന്നത്? ചേട്ടന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്, നിനക്ക് ഇതിന് ശിക്ഷ കിട്ടുമെന്ന് പറയും. ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ചേട്ടനുള്ളപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിൻഡയെ വന്ന് അടിക്കും. അവളുടെ കൈ ജിൻഡയുടെ ശരീരത്തിൽ കുടുങ്ങിപ്പോകും. ജിൻഡ അവളെ കുത്തും. അവൻ്റെ ഒരു കൈ ഡീമൻ്റെ പോലെ ആയിട്ടുണ്ടാവും. ജിൻഡ ഓടി വന്ന് അവളെ ഇടിക്കാൻ പോകുമ്പോൾ അവൻ്റെ ഇടിക്ക് മറ്റേ ഡീമൺ കയറും. പിന്നെ ജിൻഡയുടെ സിസ്റ്റർ രക്ഷപ്പെടും. ഈ ലോകത്തിലെ ആരെയും എനിക്ക് വേണ്ട, ചേട്ടനെയും ഹ്യൂമൻസിനെയും ഞാൻ കൊല്ലും, ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോവും. ജിൻഡയുടെ കയ്യിലുള്ള ഡീമൺ ചിരിക്കും. ഞാൻ മരിക്കും, എൻ്റെ ഭാഗത്താണ് ചെയ്യും. എന്നിട്ട് മരിക്കുന്ന വില്ലേജിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഒരു മഴ പെയ്ത് അത് മാറും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാണിക്കും. ഗ്രാമത്തിലെ എല്ലാ സാധനവും റിപ്പയർ ചെയ്യും. ജിൻഡ കഴിഞ്ഞ കാലം ആലോചിച്ച് വെളിയിലേക്ക് ഇറങ്ങും. ചീഫ് ജിൻഡയെ കാണാൻ വന്നിട്ടുണ്ടാവും. വലിയ അറ്റാക്ക് വരും, അതുകൊണ്ട് ട്രെയിനിങ്ങിന് ഞാൻ ഇവിടുന്ന് പോവും. മറ്റ് 2 ആളെയും കൊന്ന ഡീമണെ ഞാൻ വെറുതെ വിടില്ലെന്ന് ജിൻഡ പറയും. എന്നിട്ട് ഒരു ഷിഡൻ മെയ്ഡൻ്റെ കട്ടാന അവന് കൊടുക്കും. ജിൻഡയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കും. ഇതിന് ഞാനും കാരണമാണ്. എൻ്റെ മകന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവളോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ജിൻഡ അവരെ സമാധാനിപ്പിക്കും. ജിൻഡ വില്ലേജിൽ വന്ന് പോകുമ്പോൾ ആ ഫുഡ് കൊടുത്ത പെണ്ണ് വന്ന്, നീ ഇനി ഒരിക്കലും തിരിച്ചു വരൂലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ തരണം. അവൾ കരയും. ഡീമൺസിനെ പൊഴുത്തപ്പെട്ടതല്ല, അത് 170 വർഷത്തിനുള്ളിൽ നടക്കും. ഞാനാണ് അത് അപ്പോൾ തടയും. 120 വർഷം കഴിയും. ഇപ്പോഴവനെ കാണാൻ സ്കൂൾ സ്റ്റുഡൻറ്റിനെ പോലെയാണ് ഉള്ളത്. നിങ്ങളാണോ ഇതിൻ്റെ ഓണർ എന്ന് ഒരുത്തിയോട് ചോദിക്കുന്നതോടെ എപ്പിസോഡ് 1 എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിന് ഏകദേശം 53 മിനിറ്റിലേറെ ദൈർഘ്യമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയത്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.